ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. അത് എഴുതിയിട്ടുള്ളത് ജെനറ്റ് ആംസ്ട്രോങ് ആണ്. അപ്പം ഈ ഒരു ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. അപ്പോൾ ജെനറ്റ് ആംസ്ട്രോങ് ആരാണെന്നും പിന്നെ ഈ പാഠത്തിൽ എന്താണ് മെയിനായിട്ട് പറയുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ജെനറ്റ് ആംസ്ട്രോങ്ങിനെ കുറിച്ചുള്ള വിവരത്തിലേക്ക് പോകാം. അപ്പോൾ ജെനറ്റ് ആംസ്ട്രോങ് ആരാണ് നമുക്ക് നോക്കാം. അപ്പം born in 1948 on Okanagan Reserve in British Columbia. അപ്പം ഒക്കനാഗൻ റിസർവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർ 1948 ജനിക്കുന്നത്. അപ്പം ഈ ഒക്കനാഗൻ എന്ന് പറയുന്നത് ആരാണ്? ഒക്കനാഗൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നേഷൻ ആൻഡ് നേറ്റീവ് അമേരിക്കൻ പീപ്പിൾ ഹൗസ് ട്രഡീഷണൽ ടെറിട്ടറി സ്പാൻസ് ദ കാനഡ US boundary in Washington State and British Columbia in Okanagan Country region. അപ്പം നമുക്കിവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് ഒക്കനാഗൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് US ബൗണ്ടറി ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ഒക്കനാഗൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം പഴയ കാലത്ത് ഇപ്പം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു 200 വർഷക്കാലം അല്ലേ. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇവരുടെ ഈ ആധിപത്യം, ആരുടെ ആധിപത്യം? നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എവിടെ ഉണ്ടായിട്ടുണ്ട്? ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ശരിക്കും വേൾഡ് വാറിലൊക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഇറ്റലിയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം, അതായത് യൂറോപ്യൻ കൺട്രി ആയിരുന്നു മെയിനായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇറ്റലി അതുപോലെ ബ്രിട്ടൻ ഇവരൊക്കെ ആയിരുന്നു നല്ലൊരു വികസിത രാജ്യമായിട്ട് മാറിയ കൺട്രീസുകൾ. അപ്പം ഇവർ ജനിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ. കാനഡൻ്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് അല്ലേ. ഫസ്റ്റ് നമുക്കറിയാം റഷ്യയാണ്, രണ്ടാമത്തെ കൺട്രി ആരാണ്? കാനഡയാണ്. അപ്പോൾ ഈ കാനഡനും അമേരിക്കൻ ബൗണ്ടറീസ് അല്ലേ, അവർ ബ്രിട്ടീഷ് കൊളംബിയയിലൊരു ഒക്കനാഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർ ജനിക്കുന്നത്. അപ്പോൾ ഈ ഒക്കനാഗൻ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് അവിടുത്തെ ഫസ്റ്റ് നമ്മളറിയാം. ഇപ്പം ഒരു രാജ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൂർവികന്മാർ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. തുടക്കം മുതലേ ഉള്ള ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൂർവികന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പൂർവികന്മാർ തന്നെയാണ് ഈ ഒക്കനാഗൻ രാഷ്ട്രത്തിൽ, അതായത് ആ റീജിയണിലുള്ള ആൾക്കാരും എന്താണ് ഇതുപോലെ അവിടെ അതായത് ആ രാജ്യം ഉണ്ടായ അന്ന് മുതലേ ജീവിച്ചു പോരുന്ന ആൾക്കാരാണ്. അപ്പം ഇതാണ് ഒക്കനാഗൻ എന്ന് പറയുന്ന റീജിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവരെ സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്യണം. 1948 ഒക്കനാഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത്. പിന്നെ ഇവർ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീ ഈസ് എ റൈറ്റർ, എഡ്യൂക്കേഷണലിസ്റ്റ്, ഇൻഡിജീനിയസ് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്. അപ്പം ഇവർ പ്രധാനപ്പെട്ട മേഖലകളാണ് ഇതൊക്കെ. റൈറ്ററാണ് ഇവർ, ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ഇവർ 2 നോവൽസൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ ചിൽഡ്രൻ ബുക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷണലിസ്റ്റാണ്. മറ്റുള്ളവർക്ക് നമുക്ക് എഡ്യൂക്കേഷണലിസ്റ്റ് എന്നാൽ വിദ്യാഭ്യാസം വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടത്തിൽപ്പെടുന്ന ഒരു ആളായിരുന്നു. പിന്നെ ഇൻഡിജിനസ് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റൈറ്റ്സ് എന്നാട്ടോ, RIGHTS ഉണ്ട്, റൈറ്റ് ആക്ടിവിസ്റ്റാണ്. അപ്പം ഇവർ എന്താണ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് ട്രൈബൽ ആയിട്ടുള്ള അബോജിനൽസ്, ഇതൊക്കെ ഒരു വേർഡാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഗോത്രവർഗ്ഗക്കാരെന്ന് പറയില്ല അല്ലേ. അപ്പം നമ്മളൊരു കേരളത്തിൽ നോക്കിയാൽ നമ്മൾ ആദിവാസി അല്ലെ, വയനാട് ജില്ലയിൽ ഒരുപാട് കാണുന്ന ആൾക്കാർ. വയനാട് ജില്ല എടുത്തു നോക്കിയാൽ അവിടെ അധികം എന്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുറഞ്ഞ് ഉള്ളത് ഏരിയ എവിടെയാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ലേൻ്റെ കാര്യം എന്താ വെച്ചാൽ വയനാട് ജില്ല ഒരു കാട് ഏരിയ ആണല്ലേ. അതുപോലെ തന്നെ നമുക്ക് അതായത് ഇവിടെയും സംഭവിക്കുന്നത് എന്താണ്, ഈ ഒക്കനാഗൻ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പീപ്പിളാണ് ഇവിടെ ഒക്കനാഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു
ഒരാളായിരുന്നു. അപ്പോൾ ഇവരുടെ മെയിൻ ഏരിയ ആണിത് പറയുന്നത്. ഇനി ഇവരെക്കുറിച്ച് നോൺ ഫോർ ഹെർ ലിറ്റററി വർക്ക്സ് അബൌട്ട് ക്രിയേറ്റിവിറ്റി, എഡ്യൂക്കേഷൻ, ഇക്കോളജി ആൻഡ് ഇൻഡിജിനസ്. ഇത് സെയിം പോയിന്റ് തന്നെയാണ്, അത് വേറെ വേർഷനിൽ എഴുതിയെന്നുള്ളൂ. പക്ഷെ എന്നാലും ഇവരെന്താണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നോക്കാം. എഡ്യൂക്കേഷൻ ഇവിടെ പറഞ്ഞത് അല്ലേ. പിന്നെ ഇക്കോളജി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് അല്ലേ, പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള നമ്മളിപ്പം ക്ലോസ്ലി റിലേറ്റഡ് ടു നേച്ചറാണ് ഇവർ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവർ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റൈറ്ററും കൂടിയാണ്. അപ്പം അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉണ്ട് ഇവിടെ കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. ദ ഫസ്റ്റ് നാറ്റീവ് വുമൺ നോവലിസ്റ്റ് ഫ്രം കാനഡ. അതൊരിക്കലും മറക്കരുത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് നാറ്റീവ് വുമൺ നോവലിസ്റ്റ് ഫ്രം കാനഡ. അപ്പോൾ കാനഡ എന്ന് പറയുമ്പം സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആയിട്ടും നമ്മൾ വിചാരിക്കും നല്ല വികസിത രാജ്യമാണ്. പക്ഷേ അവിടെ എന്താ ഒരുപാട് ഇൻഡിജീനിയസ് ആയിട്ടുള്ള, ഇൻഡിജീനിയസ് പറഞ്ഞാൽ എന്താണ്, ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിലോ അബോർജിനൽസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ, അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും ഒരു ഫസ്റ്റ് വുമൺ നോവലിസ്റ്റാണ് ഇവർ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഷീ ഈസ് എ പവർഫുൾ സ്പോക്കൺ പേഴ്സൺ ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഷീ സേസ് എ നാറ്റീവ് ഇൻ ദ കൾച്ചറൽ സെൻസ്, ഇൻ എഡ്യൂക്കേഷൻ, ഇൻ അവർ ലൈഫ്സ് ആൻഡ് അവർ കമ്മ്യൂണിറ്റീസ്. നമുക്ക് എന്താണ് ഇവിടെ പറയുന്നവർ ഈ ഒരു വരിയിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നാറ്റീവ് എന്ന് പറയുന്നതാണ് ഇൻ കൾച്ചറൽ സെൻസ്, അതായത് അവിടെ കൾച്ചറൽ സെൻസിലും ഇൻ എഡ്യൂക്കേഷൻ സെൻസിലും ഇനി ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാത്തിനും എന്താണ്, അതെല്ലാം ഞങ്ങളൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. നാറ്റീവ് ചില ആൾക്കാരുണ്ടാവും അല്ലേ, നമ്മളിപ്പം പഴമക്കാരായ ആൾക്കാർ എന്ത് ചെയ്യുക, നമുക്ക് മുൻപിലേക്ക് കൊണ്ടുവരാനൊക്കെ മടിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ അധികം ഈ വൃദ്ധസദനമൊക്കെ കൊണ്ടുവരുന്നതാണ് നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രൂപത്തിലാകുമ്പോൾ എന്ത് ചെയ്യും, അവർ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുപോയിട്ടില്ലേ. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പം ഇവരെന്താണ് പറയുന്നത്, ഞങ്ങളൊക്കെ എന്താണ്, ഞങ്ങൾക്ക് ഈ നാറ്റീവ് എന്ന് പറയുന്നതാണ് സോള്. ഞങ്ങളെല്ലാവരും ബൗണ്ട് ടുഗെദറാണ്. ഞങ്ങളെ സെൽഫ് കിടക്കുന്നത് എന്തിനാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലല്ല, പക്ഷെ നമ്മൾ ബൗണ്ടായിട്ട് ജീവിക്കുമ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ സെൽഫ് പൂർണ്ണമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി ലാസ്റ്റിൽ പറയുന്നത് ഇവർക്ക് മെയിനായിട്ട് വേണ്ടത്, ഷീ ഓൾവേസ് ട്രൈസ് ടു change the feelings in the mind of other people that these indigenous people are inferior or these aboriginal people are inferior to whom the superiority or the civilized people, right? And she always want to prove that these indigenous people are important than any other things in the earth because they are closely related to earth. But some people consider this relating to earth is some kinds of negative, right? Because they don't know anything, they are always closely towards earth and they always tries to look to the nature for their for the solution, like, right? And they don't know what is technology, they don't know what is the technological advancement. Such a thinking always prevail in all the area of world. That's why she says that she wants to change this misconception. Here you can see the misconceptions. Misconception means that some people think that it is true, but actually it is not true, right? And these aboriginal people, here it is aboriginal people, and this is not right. She says that I want to change this notion and I am always trying to change this notion, right? Then the somewhat last point is the empowerment of all the native people by teaching them writing skills. So she mainly concentrates on writing skills because we know that when a person get education,
means that he is somewhat or somehow he is developing, right? So he is somehow related to this civilized culture, but they can also get a chance to identify or understand this culture, right? We always face such kinds of issues in our India too. We know that a lot of Dalit people or Dalit students uh, in our college who are committing suicide according to their is, that these kinds of sex class gender inequality, right? So here it is also, that she always tries to teach these Okanagan people what writing skills, that writing skills, and she became the director of Enoquin School of International Writing, and then there she teaches writing skills, writing classes. She always takes writing classes for Okanagan people, and throughout this curriculum of this school, she followed a kind of culture or a kind of syllabus or curriculum that is purely Okanagan heritage, Okanagan culture. So that's why she says that I always want to remove this misconception, and I always try to what? To remove these kinds of misconception from the mind of people, and in order to remove this, I want to teach this Okanagan people what is writing and how to prepare them for better future, right? This is what she says. Now let's move to the second slide. She is also a professor of indigenous studies and educates the mind of young people. So, she is a professor and she teaches the mind of young people means what? Yes, professor in this is the title of her subject. Like that means indigenous studies and educates the mind of young people. Then her aims what? To make a pride or to develop a pride among the people about their independent culture and languages. So here you can see that some people think that some people also feel some kinds of ashamed when we born in a is indigenous culture, indigenous family. We feel that some kinds of backward. I mean, we feel no, I'm not at all. Yes, equal to those people who are standing in front of me. So some kinds of inferiority conflict, I mean complex, is always follows some people or some indigenous people, and she always wants to remove this misconception and make a pride among them and tells them that we have independent culture and we have independent language. Using this independent language and culture, we will prove that we are the number one in the world, right? So that is the aim of her. And by learning Indian languages, she showed pride in her heritage. So as she went to college for studying these courses, she knew the importance of her language, and she wants to develop this language or these Okanagan people to the front side of the world, right? And here it is says that she learned English Indian language. Indian language means indigenous language. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യനായിട്ട് കണക്ട് ചെയ്യരുത്. ഒരു ലാൻഡിൽ പഴയ കാലം മുതലേ ജീവിച്ച് പോരുന്ന ആൾക്കാർക്കാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കൊളംബസ് ഒക്കെ നമുക്കറിയാലോ, റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചിരുന്നു. 1492 നമുക്കറിയാം അമേരിക്ക കണ്ടെത്തിയപ്പോൾ ഇന്ത്യയാണ് തെറ്റിദ്ധരിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെന്ത് വിളിച്ചു? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിന്നീട് അത് അറിയപ്പെടുന്നത് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത് അല്ലേ. അങ്ങനെയാണ് പിന്നെ ഇവിടെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ അല്ല കേട്ടോ, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്.
അപ്പം അവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെന്താ വിളിക്കുക? ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ഓൺലി സെർവ് ടു എസ്ട്രേഞ്ച് ദ ഇന്ത്യൻസ് ഫ്രം ദെയർ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ very important point, because she says that in her text that English is not at all the language which express our culture, our language and ourselves. So it is not enough to express what we are. Okay, so any other language cannot express what we are. So only our language can prove what we are. So that means our language and we are, or they are very precious, right? അപ്പോൾ അതാണ് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത്ര നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇവർ കേട്ടോ. then she moves to democracy. you know that democracy, ജനാധിപത്യം അല്ലേ? ഡെമോക്രസി പറയുമ്പോൾ നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന് വിളിക്കുന്നു. നമ്മളെ എബ്രഹാം ലിങ്കൻ്റെ വാക്കാണ് കേട്ടോ, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ്? ജനങ്ങൾ അതായത് ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ, റൈറ്റ്? അങ്ങനെയല്ലേ എബ്രഹാം ലിങ്കൺ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഡ് റെസ്പെക്ട് ആൻഡ് പ്രൊട്ടക്ട് എവറി ഇൻഡിവിജ്വൽസ് റൈറ്റ്സ്, ആൻഡ് ഇഫ് എ സിംഗിൾ പേഴ്സൺ ഈസ് ഡിനൈഡ് ദം, it threatens the right of others, including that of women, minorities and others. അപ്പം നമുക്കറിയാം, ഒരു ഡെമോക്രസിയിൽ ഒരു ക്യാവോസ് ഉണ്ടാവുമ്പോഴാണ് നമ്മളെ അവകാശങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണല്ലേ. ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 32 നമുക്ക് കോടതിയെ സമീപിക്കാം. നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും മൗലിക അവകാശങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ട് 32. ഈ 32 നമ്മൾ ഇന്ത്യയിൽ ഇത് വെച്ച് എന്തിനാണ്? അത്രയും മൗലികാവകാശങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കോടതി വരെ പോയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവകാശം നേടിയെടുക്കുക. കാരണം കോടതിയാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. നമുക്ക് നീതി തരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് ഏറ്റവും വലിയ കോടതി. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി. നമ്മളെ സ്റ്റേറ്റിലൊക്കെ ഉണ്ടാകുന്നത് ഹൈക്കോടതി അല്ലേ? അപ്പം സുപ്രീം കോടതി കഴിഞ്ഞാൽ ഹൈക്കോടതി. അപ്പോൾ ഈ കോടതിയെ വരെ സമീപിക്കാം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ വരെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ ഇവർ പറയുന്നത് എന്താണ്? ഡെമോക്രസി എങ്ങനെയാവണം? ഷുഡ് റെസ്പെക്ട് ഈച്ച് അതർ, and we don't want to deny these rights. Every individual in this world is important. They have their own value. We don't have any right to give them value what they are, what they have, right? What they don't have and what they have, right? But നമുക്ക് അതിനൊരു അവകാശമില്ല. Then she always wants to connect the people regardless of their race, sex, classes. It is very important point, because we know that major issues in this world arises from these kinds of inequality between classes, sexes, races. Then നമുക്കറിയാം ഒരുപാട് ചരിത്രങ്ങളുണ്ട് അല്ലേ? ഇപ്പം മാർട്ടിൻ ലൂതർ കിങ് അല്ലേ? ഒരുപാട് ചരിത്രം, അടിമ കച്ചവടങ്ങൾ, നമുക്കിതൊക്കെ അറിയാൻ പറ്റുന്നതാണ്. കറുത്ത വർഗ്ഗക്കാരായ ആൾക്കാരെ നമ്മൾ അമേരിക്കൻ കോളനികൾ, 13 കോളനികൾ ഉണ്ടായിരുന്നു അമേരിക്ക, US ആയിട്ട്. പിന്നെ എന്തായിരുന്നു, നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ അന്നത്തെ എന്താണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്താ ചെയ്യുക, കുറേ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുപോയാണ്ട് എന്ത് ചെയ്യും, അടിമകളാക്കിയിട്ട് ജോലി ചെയ്യിപ്പിക്കും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അടിമ, ആ അടിമ എന്ന് മുദ്ര കുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ജീവിതകാലം തൊട്ട് ജനനം മുതൽ മരിക്കണത് വരെ അവനെന്തായിരിക്കും, അടിമയായിരിക്കും. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് പോലും, അതായത് ഒരു ചാൻസ് പോലും ആർക്കുണ്ടാവില്ല, ഈ അടിമ എന്ന് പറയുന്ന ഈ വിഭാഗത്തിനുണ്ടാവില്ല. പിന്നെ ഈ അടിമ പ്രത്യേകമാവുന്നത് നമ്മൾ പഴയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. പഴയ എന്നല്ല, എന്താ പറയുക, നമ്മളെ ഈ ഇൻഡിജീനിയസ് ആയിട്ടുള്ള അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അധികം പിടിക്കുക അടിമ എന്ന് പറയുന്നത്. കാരണം അവർക്കത്ര അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനോട് പറഞ്ഞത്
കണക്റ്റിംഗ് പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ റേസ് സെക്സ് ക്ലാസസ്. അതുപോലെ നമുക്കറിയാം ഒരു ഇനീക്വാലിറ്റി ഇല്ലാത്തൊരു വേൾഡ് സ്വപ്നം കാണുക എന്നുള്ളത് അതെല്ലാവരുടെ ഒരു ആഗ്രഹം അല്ലേ. ഇപ്പം ഇപ്പം റിലീജിയൻ്റെ പേരിലായാലും പിന്നെ ക്ലാസിൻ്റെ പേരിലായാലും പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ തന്നെ ശൂദ്രർ, വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണർ അങ്ങനെയൊക്കെ പറഞ്ഞ് 4 തരങ്ങളുണ്ടായിരുന്നു. ഈ ശൂദ്രന്മാർക്കൊന്നും കഷ്ടപ്പാടുണ്ടായിരുന്നത്. വൈശ്യന്മാർ കുറച്ചും കൂടെ കുഴപ്പമില്ല, പക്ഷേ അതിന് നല്ല ജീവിതം നയിച്ചിരുന്നത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമായിരുന്നു. അതുപോലെ ഒരു ഡിവൈഡ്, അതായത് ഡിവിഷൻ എവിടെ ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യണം, ഷി വാണ്ട്സ് ടു deprive or she wants to get rid of these class consciousness, sex consciousness, right? Then race consciousness. സെക്സ് എന്ന് പറയുമ്പം ആണും പെണ്ണുങ്ങളാണ് അധികം കൂടുതൽ അബ്യൂസിന് ഇരയാവുന്നത്. ഇപ്പം എന്താണ്, അപ്പം ഇതൊക്കെ ഒഴിവാക്കണം, ഇതൊക്കെ ഇല്ലാത്തൊരു ലോകത്തിന് വേണ്ടി സ്വപ്നം കാണണം ആരെ, അതാണ് her duty. She thinks that it is her duty to remove all this class consciousness, then these kinds of inequality, right? അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി ഈ ഒരു സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങളൂടെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കറിയാം ജോൺ എഫ് കെന്നഡിയെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ജോൺ എഫ് കെന്നഡിയെ കുറിച്ചിട്ട് പോയം എഴുതിയിട്ടാണ് അവരുടെ കരിയർ, അതായത് റൈറ്റിംഗ് കരിയർ അവർ എന്ത് ചെയ്തത്. ജോൺ എഫ് കെന്നഡി, ഇവിടെ എഫ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെയാണ് കെന്നഡി ഉള്ളത്. അപ്പോൾ നിങ്ങളത് കൂട്ടി എഴുതണം. അപ്പം ഈ കെന്നഡിയെ കുറിച്ചിട്ടുള്ള ഒരു പോയത്തിലൂടെയാണ് അവരുടെ ലിറ്റററി കരിയർ, അതായത് റൈറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളാണ് സ്ലാഷും വിഷ്പറിങ് ഷാഡോസും. ഈ 2 വർക്കുകളും, അപ്പോൾ ഈ 2 വർക്കുകളും ആരുതാണ്, ഇവരുടെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ പാബ്ലോ നെരൂഡ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഫീലിങ്സ്, അതായത് അവരുടെ മാച്ചു പിച്ചൊക്കെ നമുക്കറിയാം അല്ലേ, പെറുവിനെ കുറിച്ചുള്ള മാച്ചു പിച്ചൊക്കെ, അതൊക്കെ നോർത്ത് അമേരിക്കൻ ഒരുപാട്, അതായത് നോർത്ത് അമേരിക്ക അല്ല, അതിൽ സൗത്ത് അമേരിക്കയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോർത്ത് അമേരിക്കയാണ് മെയിനായിട്ട് വരുന്നത്. സ്ലാഷിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര്. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടറാണ് കേട്ടോ, അതിലെ ഹീറോയിനെ വിളിക്കുന്നത് പ്രോട്ടഗോണിസ്റ്റ്. ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളെ വില്ലന്മാർക്ക് വിളിക്കുന്ന പേരാണ് ആൻറ്റഗോണിസ്റ്റ്. അപ്പം പ്രോട്ടഗോണിസ്റ്റ് വരുമ്പം ഇവിടെ ആരാണ്, ടോമി കെലാസ്കെറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ടോമി കെലാസ്കെറ്റ് ആണ് ഇവിടെ. സ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് മുറിക്കണം, നല്ലൊരു വൈഡായിട്ട് മുറിക്കുന്നതിനാണ് സ്ലാഷ് എന്ന് പറയുക. അപ്പോൾ ഇവരൊരു കഥ തന്നെ എന്താണ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. രണ്ടാമത്തേതാണ് വിഷ്പറിങ് ഷാഡോസ്. അത് നിങ്ങളിവിടെ കാണാൻ ഒരു ചോപ്പിൽ, ഞാൻ 2 ബുക്കും ചോപ്പിൽ എഴുതിയിട്ടുണ്ട്. വിഷ്പറിങ് ഷാഡോസ് ആണ്. അപ്പോൾ ഈ വിഷ്പറിങ് ഷാഡോസും എന്താണ്, ഒക്കനാഗൻ ആക്ടിവിസ്റ്റ് വുമണിനെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ ഇത് 2 നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 നോവൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവരെക്കുറിച്ച് കുറച്ച് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പോയംസിൻ്റെ പേരാണ് ബ്രെത്ത് ട്രൈഡ്സ്, നിങ്ങളിവിടെ കാണാൻ പറ്റും കേട്ടോ, ബ്രെത്ത് ട്രൈഡ്സ്. ദെൻ collection of short stories ഉണ്ട്, all my relations, an anthology of contemporary Canadian native fiction. അപ്പോൾ ഇതാണ് അവിടെ ആന്തോളജി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അല്ലേ, ഷോർട്ട് സ്റ്റോറിൻ്റെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആന്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കരുത്. അപ്പം ഈ സെക്ഷൻ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുവരേക്ക് പറഞ്ഞത്, നമ്മൾ ആദ്യം ജനറ്റിന്, അതായത് നമ്മൾ എന്താണ് ടൈറ്റിൽ എന്ന് പഠിച്ചു. അപ്പോൾ ടൈറ്റിൽ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടൈറ്റിൽ എന്താണ്, ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ. ഇത് എഴുതിയത് ജെനറ്റ് ആംസ്ട്രോങ് ആണ്. ജെനറ്റ് ആംസ്ട്രോങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നല്ലൊരു 1948 ജനിച്ചത്. ഒക്കനാഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതുപോലെ തന്നെ റൈറ്റർ, എഡ്യൂക്കേഷണലിസ്റ്റൊക്കെയാണ് ഇവർ. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ ഇവർ ഫസ്റ്റ് നാറ്റീവ്, ഇത് നിങ്ങൾ മറക്കരുത്, ഫസ്റ്റ് നാറ്റീവ് വുമൻ നോവലിസ്റ്റ് ഫ്രം കാനഡ. അതുപോലെ തന്നെ അവർ എന്താണ്, ഈ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് എന്തിനാണ്, ഇൻഡിജിനിയസ് പീപ്പിളിന് വേണ്ടിയിട്ടാണ്, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് റൈറ്റിംഗ് സ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതായത് മറ്റുള്ളവരിൽ നിന്നും കൾച്ചറിൽ നിന്ന് സ്വീകരിക്കുന്നതിന് ഒഴിവാക്കിയിട്ട്
നമ്മുടെ കൾച്ചർ എന്താണോ അതിൽ സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒരു ചേഞ്ച് ചെയ്യരുത്. അതായത് നമുക്ക് നമ്മളെ കൾച്ചറായിട്ട് ജീവിച്ചു പോകുന്നതാണ് എന്ത്, അവർ മറ്റുള്ളവരങ്ങനെ ജീവിച്ചു നമ്മളെ കൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവരെ മെയിൻ മോട്ടോ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അവനവനായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, അതിൽ ജീവിച്ചു പോവാം. അപ്പോൾ ഇതാണ് ഇവർ മെയിനായിട്ട് കോൺസെപ്റ്റ്. ഇനി അടുത്ത സ്ലൈഡിൽ പറഞ്ഞത് അവർ മെയിനായിട്ട് അവർക്ക് വേണ്ടിയിരുന്ന ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അവർ പ്രൊഫസറായിരുന്നു. ഡെമോക്രസിയാണ് എന്തായിരുന്നു, ഡെമോക്രസി പറഞ്ഞാൽ എല്ലാവരും ഈക്വലായിട്ട് വേണം. പിന്നെ അവിടെ എന്തായിരുന്നു, ഒരിക്കലും ക്ലാസ് കോൺഷ്യസ്നസ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. അതായത് കൾച്ചറൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവരുത്. കൾച്ചറൽ ബ്ലൈൻഡ്നെസ് പറഞ്ഞാൽ എന്താണ്, സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലേ. കൾച്ചറൽ ബ്ലൈൻഡ് പറഞ്ഞാൽ എന്താ, കണ്ണ് കാണാത്തതാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ അതായത് നമ്മളൊരു റിച്ച് ആയാലും മറ്റുള്ളവരൊക്കെ അത് പരിഗണിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരെ കാണാത്ത അവസ്ഥ, ഇതൊക്കെ എന്താണ്, കൾച്ചറൽ ബ്ലൈൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് പറയുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ പറയുന്നത് ഇവരെ കോൺട്രിബ്യൂഷൻസ് ആണ്. 2 കോൺട്രിബ്യൂഷൻ പറഞ്ഞു, ഒന്ന് സ്ലാഷ് ആണ്, ദെൻ ഒന്ന് സ്ലാഷ്, രണ്ടാമത് വിസ്പറിങ് ഷാഡോസ്. ഈ 2 വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവർ റൈറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏജ് ഓഫ് 15 തന്നെയാണ്. അതായത് ജോൺ എഫ് കെന്നഡിയെ കുറിച്ചൊരു പോയം എഴുതിയിട്ടാണ് ഇവരുടെ ലിറ്റററി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഇതുവരേക്കുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്കിവിടെ വെച്ച് നിർത്താം. താങ്ക് യു.